നമസ്കാരം. ഇന്നത്തെ കൊച്ചിൻ വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടലിൽ കേരളം നടുങ്ങിയിട്ട് ഒരു മാസം പിന്നിടുന്നു. സിനിമാ പീഡന വിഷയങ്ങളിൽ മുങ്ങി മാധ്യമങ്ങളിൽ ദുരന്ത പുനരധിവാസ വാർത്തകൾ പിന്നോക്കം പോയെങ്കിലും സർവ്വതും നഷ്ടപ്പെട്ട ആ ജനത തങ്ങളുടെ തുടർ ജീവിതം എന്തെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സംസ്ഥാനത്തിന്റേത് പ്രഖ്യാപനങ്ങൾ മാത്രമായപ്പോൾ കേന്ദ്രം ഇപ്പോഴും മൗനത്തിലാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരധിവാസം മാത്രമേ പരിഹാരമായി ദുരന്തബാധിതർ കാണുന്നുള്ളൂ. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം താഴ്ന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ 6.7% കുറഞ്ഞത്. 15 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. മുൻ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ GDP വളർച്ചാ നിരക്ക് 8.2%, അവസാന പാദത്തിൽ 7.8% ആയിരുന്നു. രാജ്യത്തെ ന്യായാധിപന്മാരുടെ അംഗസംഖ്യയിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അധ്യക്ഷൻ കപിൽ സിബൽ. ജഡ്ജിമാരുടെ അനുപാതം രാജ്യത്ത് വളരെ കുറവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജില്ലാ ജുഡീഷ്യറിയുടെ 2 ദിവസത്തെ ദേശീയ കോൺഫറൻസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് മണ്ഡപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് ED. 1651 കോടിയുടെ കള്ളപ്പണ ഇടപാടാണ് നടന്നതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. KD പ്രതാപനും ഭാര്യ ശ്രീനയും ഉൾപ്പെടെ 37 പ്രതികളാണ് ആദ്യ കുറ്റപത്രത്തിലുള്ളത്. കമ്പനിയുടെ 15 പ്രൊമോട്ടർമാരെയും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട്. 277 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പതഞ്ജലിയുമായി ബന്ധപ്പെട്ട പുതിയ നിയമപ്രശ്നത്തിൽ കുടുങ്ങി ബാബ രാംദേവ്. വെജിറ്റേറിയൻ എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ബ്രാൻഡിന്റെ ഹെർബൽ ടൂത്ത് പൗഡറായ ദിവ്യ മഞ്ചൻ സസ്യേതര ചേരുവകൾ അടങ്ങിയതാണെന്ന് ആരോപിച്ച് പതഞ്ജലി ആയുർവേദത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. മത്സ്യത്തിന്റെ സത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സമുദ്രാഫെൻ ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് സമീപകാല ഗവേഷണങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പു പറഞ്ഞെങ്കിലും ഛത്രപതി ശിവാജി മഹാരാജ് പ്രതിമ തകർന്നു വീണത് രാഷ്ട്രീയ വിഷയമാക്കി നിലനിർത്താൻ പ്രതിപക്ഷമായ മഹാവികാസ് അഘാടി. നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രതിപക്ഷം പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ്. 4ാമതും പെൺകുഞ്ഞിന് ജന്മം നൽകിയതിൽ നാട്ടുകാർ പരിഹസിക്കുമെന്ന് ഭയന്ന് 28-കാരി നവജാത ശിശുവിനെ കൊലപ്പെടുത്തി. ഡൽഹിയിലാണ് സംഭവം. 6 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി ശരീരം ബാഗിലാക്കി സമീപത്തെ ടെറസിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശംഭു അതിർത്തിയിൽ കർഷകരുടെ പ്രതിഷേധത്തിന് പിന്തുണ നൽകി ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. ശംഭു അതിർത്തിയിലെ കർഷകർ തങ്ങളുടെ പ്രതിഷേധത്തിന്റെ 200ാം ദിവസം വൻ ജനക്കൂട്ടത്തോടെ ശനിയാഴ്ച ആചരിച്ചു. കർഷകരുടെ പോരാട്ട വീര്യത്തെ പ്രശംസിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. 20 ലക്ഷം രൂപ പ്രീമിയത്തിനായി മുടക്കിയിട്ടും LICയുടെ സാങ്കേതിക വീഴ്ചയ്ക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം പരാതിക്കാരന് നൽകണമെന്ന് ഉത്തരവിട്ട് കോട്ടയം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. പ്രവാസിയായി അന്തരിച്ച ജീമോൻ എന്ന വ്യക്തിയുടെ ഭാര്യയും മകളുമാണ് കേസ് നൽകിയിരിക്കുന്നത്. ഓടുന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ കുത്തിക്കൊലപ്പെടുത്തി. കളമശ്ശേരി HMT ജംഗ്ഷനിൽ വെച്ചാണ് പട്ടാപ്പകൽ നടുക്കുന്ന കൊലപാതകം നടന്നത്. ഇടുക്കി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം മാസ്ക് ധരിച്ചെത്തിയ പ്രതി ഓടി രക്ഷപ്പെട്ടു. മാലിന്യം ശേഖരിക്കുന്ന കൊച്ചി കോർപ്പറേഷന്റെ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി വൈകുന്നത് വലിയ വീഴ്ചയാണെന്ന് ഹൈക്കോടതി. എന്താണ് കാലതാമസത്തിന് കാരണമെന്ന് അറിയിക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയർ ഉണ്ടായിട്ടും ഇതാണോ അവസ്ഥയെന്നും ഖജനാവിലെ പണം പാഴാക്കുകയല്ലേ എന്നും കോടതി ചോദിച്ചു. കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഗരവികസന ജനകീയ സമിതി ഭാരവാഹികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി ഭീമഹർജി മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു.
നന്ദി, നമസ്കാരം.